നമസ്കാരം. ഒടുവിൽ സ്മിതയും തന്റെ എല്ലാമായ പ്രിയതമന്റെ അടുക്കിലേക്ക് തന്നെ യാത്രയായി. പട്ടത്താനം മൈത്രിനഗർ വിജയമന്ദിരത്തിൽ സ്മിതയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമാകുന്നത് 18 വർഷങ്ങൾക്ക് മുൻപാണ്. ഭർത്താവിന്റെ മരണശേഷം സ്മിതയ്ക്ക് തന്റെ ഏകമകനായ ശ്രീഹരിയായിരുന്നു എല്ലാം. എല്ലാ വർഷവും തന്റെ പ്രിയതമന്റെ ഓർമ്മയ്ക്കായി ബലിതർപ്പണം നടത്തി വരാറുണ്ടായിരുന്നു സ്മിത. കൊല്ലം ചാത്തന്നൂരിലുണ്ടായ കാർ അപകടത്തിലാണ് ഭർത്താവും അധ്യാപകനുമായിരുന്ന മുരളീകൃഷ്ണൻ മരണമടഞ്ഞത്. മുരളീകൃഷ്ണൻ ഓടിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനം വന്നിടിച്ചായിരുന്നു മരണം സംഭവിച്ചത്. KSFE വടയാറ്റുകോട്ട ബ്രാഞ്ചിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു സ്മിത. കഴിഞ്ഞ ദിവസം പതിവ് തെറ്റിക്കാതെ തന്റെ ഭർത്താവിനായി ബലിതർപ്പണം നടത്താനായി സ്മിത പോയിരുന്നു. ഭർത്താവിന് ബലിയിട്ട ശേഷം തിരിച്ച് ഓഫീസിലേക്ക് സ്കൂട്ടറിൽ മടങ്ങവെയാണ് ആകസ്മികമായ ആ മരണം സംഭവിക്കുന്നത്. ഇന്നലെ കൊല്ലം ചിന്നക്കട മേൽപ്പാലത്തിലാണ് സ്മിതയുടെ ജീവനെടുത്ത അപകടം നടന്നത്. കൊല്ലത്തേക്ക് വരികയായിരുന്ന KSRTC ബസും സ്മിതയും ഒരേ ദിശയിലാണ് പാലം ഇറങ്ങി വന്നത്. സ്മിതയുടെ സ്കൂട്ടറിനെ മറികടന്ന KSRTC ബസ് മുൻപിൽ വന്ന വാഹനത്തിനായി പെട്ടെന്ന് ഒതുക്കിയതോടെ ബസിന്റെ പിൻഭാഗം സ്കൂട്ടറിൽ തട്ടുകയും സ്മിത ബസിന്റെ ഇടതുവശത്തെ ചക്രത്തിന്റെ അടിയിലേക്ക് വീഴുകയുമായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ സ്മിതയുടെ തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരണം സംഭവിച്ചു. KSRTC ഡ്രൈവറുടെ അശ്രദ്ധ ഒരു സാധാരണക്കാരുടെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന സ്മിതയ്ക്ക് പിന്നീടാണ് KSFEയിൽ നിയമനം ലഭിച്ചത്. മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തായി സ്വന്തം വീട് വെച്ചായിരുന്നു സ്മിത താമസിച്ചിരുന്നത്. KSRTC ബസ് ഡ്രൈവർ ഹരികുമാറിനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തു. അപകടശേഷം ഫയർഫോഴ്സ് എത്തി രക്തക്കറ ഉൾപ്പെടെ കഴുകി കളഞ്ഞ ശേഷമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്. അതേസമയം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ഹൈദരാബാദിൽ ബാങ്ക് ജീവനക്കാരനായി ജോലി ചെയ്യുന്ന മകൻ ശ്രീഹരി നാട്ടിലെത്തിയിട്ടുണ്ട്. സ്മിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.